അലീന മുത്തശ്ശിയോട് വൈജയുടെയും ബാലചന്ദ്രൻ്റെയും വിവാഹം കഴിഞ്ഞതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. അത് പിന്നെ പറയാമെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, പിന്നെ ഇപ്പോഴായാലെന്താ, അപ്പോൾ മുത്തശ്ശിയുടെ കാലിൻ്റെ വേദന മറയ്ക്കുകയും ചെയ്യാം, എനിക്ക് മുത്തശ്ശിയോട് സംസാരിച്ചിരിക്കുകയും ചെയ്യാമല്ലോ എന്ന് പറയാണ് അലീന. അത് വേണോന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശി പറ, ഞാൻ കേൾക്കട്ടെ എന്ന് പറയാണ്. നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയതെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ അലീന പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞത് ബാലചന്ദ്രൻ സാറിൻ്റെ അച്ഛൻ കൈതക്കൽ മാളിക വീട്ടിലെ ജോലിക്കാരനായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവിടെയാണ് നിർത്തിയത് എന്ന് പറയാണ്. ആ ജോലിക്കാരനായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശമൊന്നും അല്ലായിരുന്നു. ശേഖരമേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വീട്ടിലൊരു കൊപ്ര മില്ലുണ്ടായിരുന്നേ, ആ കൊപ്ര ആട്ടുന്ന സ്ഥലം, അവിടുത്തെ മെയിൻ ജോലിക്കാരനായിരുന്നു ശേഖരൻ. എപ്പോൾ വീട്ടിൽ വരുമ്പോഴും ഒരു വാല് പോലെ ഈ ബാലചന്ദ്രനും കൂടെ ഉണ്ടാകും. അന്ന് 4-5 വയസ്സേ ഉള്ളൂ. ആ സമയത്താണ് വൈജമോൾ ഉണ്ടായത്. അപ്പോൾ കൊച്ചിലേ മുതൽ കാണുന്നതാണ് ബാലചന്ദ്രൻ വൈജമോളെ. ആ വൈജമോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ബാലചന്ദ്രൻ ഒരു സൂത്രം ഒപ്പിച്ചു, ഒരു കുരുത്തക്കേട് കാണിച്ചു. അതെന്താ മുത്തശ്ശി ഒരു കുരുത്തക്കേട് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതായത് ബാലചന്ദ്രനെ ഈ നമ്മുടെ എൻ്റെ വൈജമോളെ നല്ല സുന്ദരിയായിരുന്നു. അന്നേരം ആ സമയത്തൊക്കെ കൊല്ലപ്പള്ളി ഭാഗത്ത് അത്രയും സുന്ദരിയായ പെൺകുട്ടി വേറെ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഒരു തോന്നിവാസം കാണിച്ചത് ബാലചന്ദ്രൻ എന്ന് പറയാണ്. എന്ത് തോന്നിവാസമാണ് മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ, ബാലൻ അന്ന് കോളേജിൽ പഠിക്കുകയാണ്, വൈജമോളാണെങ്കിൽ 10ാം ക്ലാസ്സിലും പഠിക്കുന്നു. ആ സമയത്ത് ബാലചന്ദ്രൻ ഒരു കത്ത് എഴുതി കൊടുത്തു വൈജയ്ക്ക്. കത്തെന്ന് വെച്ചാൽ ലവ് ലെറ്റർ ആണോ മുത്തശ്ശി? അതെ, ലവ് ലെറ്റർ ആന്നേ. അപ്പോൾ അത് തന്നെ സാധനം. വൈജമോളാണെങ്കിൽ കാണാൻ നല്ല സുന്ദരിയായിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ലേ കൊല്ലപ്പള്ളി ഭാഗത്ത് അത്രയും സുന്ദരിയായ പെൺകുട്ടികൾ വേറെ ഉണ്ടായിരുന്നില്ല എന്ന് പറയണം. ഇപ്പോഴല്ലേ ആ സൗന്ദര്യമൊക്കെ പോയത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴാകെ തടിച്ച് ആ ഭംഗിയൊക്കെ പോയി എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇപ്പോഴും കാണാനൊക്കെ സുന്ദരിയൊക്കെ തന്നെയാണ്. പിന്നെ പക്ഷേ ആ മുഖം വീർപ്പിച്ചിരിക്കുന്നത്, മുഖം കനപ്പിച്ചിരിക്കുന്നത് ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കാണാൻ സുന്ദരി തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അലീന ചോദിക്കുന്നുണ്ട്, മാഡം നന്നായി പഠിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, നന്നായിട്ട് പഠിക്കുന്ന കൊച്ചായിരുന്നു എന്ന് മുത്തശ്ശി പറയുകയാണ്. എന്നിട്ട് ബാക്കി പറ മുത്തശ്ശി, കേൾക്കട്ടെ ഞാൻ എന്ന് പറയണം അലീന. എന്നിട്ടിപ്പോൾ എന്താ, അങ്ങനെ ആ കത്ത് കൊടുത്തു. വൈജയ്ക്കാണെങ്കിൽ അവനോട് പ്രേമോ മണ്ണാങ്കട്ടയോ ഒന്നും ഇല്ലല്ലോ. ആ കത്ത് ശിവശങ്കരൻ്റെ കയ്യിൽ കിട്ടി. ശിവശങ്കരൻ അത് നേരെ കൊണ്ടുപോയി കുഞ്ഞിരാമേട്ടനെ കാണിച്ചു. അയ്യോ എന്ന് പറയണം അലീന കേട്ടോ. കുഞ്ഞിരാമേട്ടനാണെങ്കിൽ അത് കണ്ടതോ, കുഞ്ഞിരാമേട്ടൻ എന്ന് പറഞ്ഞ് മുത്തശ്ശിനെ കേട്ടോ പറയുന്നത്. മുത്തശ്ശൻ അന്ന് സിംഹമല്ലേ, സിംഹം, ഭയങ്കര സിംഹമാണ്, എല്ലാവരും വിറപ്പിക്കുന്ന ആളാണ്. കുഞ്ഞിരാമേട്ടൻ അപ്പോൾ തന്നെ ശേഖരനെ വിളിച്ച്, നീ നിൻ്റെ മകനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വാടാ എന്ന് പറഞ്ഞു. അങ്ങനെ ശേഖരനാണെങ്കിൽ ഈ ബാലനെയും കൂട്ടിയിട്ട് വീട്ടിൻ്റെ മുറ്റത്ത് അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ കുഞ്ഞിരാമേട്ടൻ അവൻ്റെ മുന്നിൽ ചെന്നിട്ട് ചോദിക്കുക, ഈ കത്ത് നീയാണോടാ എഴുതിയതെന്ന്. അതേ എന്ന് ബാലചന്ദ്രൻ പറഞ്ഞതും ഒരൊറ്റ അടിയായിരുന്നു മുഖത്ത് എന്ന് പറയട്ടോ. അയ്യോ അത് മോശമായി പോയല്ലോ മുത്തശ്ശി എന്ന് പറയണം. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ നോക്കി നിൽക്കുക, ഞാനുണ്ട്, രാജീവനുണ്ട്, ഗംഗാധരൻ അന്ന് പട്ടാളത്തിലാണ്, ഗംഗാധരൻ ഇവിടെ ഇല്ല എന്ന് പറയണം. എന്നിട്ട് മുത്തശ്ശി എന്താ ഉണ്ടായത്, അന്ന് നാട് വിട്ടതാണ് ബാലചന്ദ്രൻ, എന്നിട്ട് പിന്നെ 2 വർഷം കഴിഞ്ഞാണ്ട് പിന്നീട് തിരിച്ചു വരുന്നത് എന്ന് മുത്തശ്ശി പറയണം. കഷ്ടമായി പോയല്ലോ, എന്നാലും അടിക്കണ്ടായിരുന്നു മുത്തശ്ശി എന്ന് പറയണം. പിന്നെയും ബാലചന്ദ്രൻ പോയിട്ടോ, നാട് വിട്ട് പോയി, ഗൾഫിലൊക്കെ പോയി, പിന്നെ ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കിയിട്ടാണ് തിരിച്ചു വന്നത്. എന്നിട്ട് ആദ്യം തുടങ്ങിയത് ജൗളിക്കടയാണ്. അതേതായാലും നന്നായി, അങ്ങനെ തന്നെ വേണം മുത്തശ്ശി എന്ന് പറയണം അലീന. ആ ജൗളിക്കടയാണ് ഇപ്പോൾ നെടുമ്പുരക്കൽ ടെക്സ്റ്റൈൽസ് എന്ന് ഉള്ള കടയുണ്ടല്ലോ, അതാണ്. പിന്നീട് സ്വർണ്ണക്കട തുടങ്ങി, പിന്നീട് വച്ചടി കയറ്റായിരുന്നു, ഒരുപാട് കാശൊക്കെയായി. ഒരു ദിവസം നേരിട്ട് കൈതക്കൽ മാളിക വീട്ടിലേക്ക് കയറി വന്നിട്ട് വൈജയന്തിയെ കല്യാണം കഴിച്ചു തരുമോ എന്ന് വരെ ചോദിച്ചു എന്ന് പറയണം മുത്തശ്ശി. അത്രയ്ക്കൊക്കെ ആയോ, അത് ഏതായാലും നന്നായി, അടിപൊളിയായിട്ടുണ്ട്, അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് അലീന പറയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എല്ലാവരും സമ്മതിച്ചോ, കല്യാണത്തിന് സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, കുഞ്ഞിരാമേട്ടൻ അത്രയ്ക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഗംഗാധരനും ശിവശങ്കരനും അതുപോലെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ രാവണിയേട്ടനൊക്കെ നിർബന്ധിച്ചു ഇങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തേക്കാൻ. ബാലചന്ദ്രൻ ഇങ്ങോട്ടേക്ക് ചോദിച്ചു വന്നേക്കുന്നതല്ലേ, അങ്ങനെ നിർബന്ധിച്ചു, അങ്ങനെയാണ് കല്യാണം നടന്നത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ അലീന ചോദിക്കുക കേട്ടോ. അലീനയ്ക്ക് ഇതിൽ എന്തോ പന്തികേട്, കാരണം ഇതിൽ കുറച്ച് കാര്യങ്ങൾ മുത്തശ്ശി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മാഡത്തിന് ഇഷ്ടമായിരുന്നോ ഈ കല്യാണത്തിന് എന്ന് ചോദിക്കുകയാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അവൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും നിർബന്ധിച്ചു, അപ്പോൾ അവൾ അങ്ങോട്ട് സമ്മതിച്ചു, അത്ര തന്നെ, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായില്ല എന്ന് പറയണം. അപ്പോൾ അലീന അതിങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതാണ് കഥ എന്ന് പറയണേ. അന്നേരം അലീന പറയുന്നുണ്ട്, കൊള്ളാം, നല്ല കഥ, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിക്ക് പുതപ്പൊക്കെ ശരിയാക്കി കൊടുക്കുകയാണ് അലീന. എന്നിട്ട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് കിടക്കാനുള്ള സെറ്റപ്പിൽ നിൽക്കുകയാണ്.
മുത്തശ്ശിയോട് അലീന പറയുന്നുണ്ട് വേദന എങ്ങാനും ഉണ്ടാവുകയാണെങ്കിൽ മുത്തശ്ശി എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അലീന പോയി കിടക്കുകയാണ്. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കുന്നുണ്ട്. അലീന കിടന്നിട്ട് മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുക കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും വിവാഹം നടക്കാനുണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതിൽ കുറേ കാര്യങ്ങൾ വിട്ടതാണെന്ന് അലീനയ്ക്ക് അറിയാം. എന്നാലും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അലീന ഇങ്ങനെ ഉണരുന്നതാണ്. മുത്തശ്ശിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് അലീന ഉണരുന്നത്. മുത്തശ്ശിയാണെങ്കിൽ കാലിന് വേദന എടുത്തിട്ട് ഭയങ്കര കരച്ചിലാട്ടോ. അലീന എഴുന്നേറ്റ് വരുന്നുണ്ട്. മുത്തശ്ശി എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കാല് ഈ നടു മുതൽ കാല് താഴെ വരെ ഭയങ്കര വേദനയാണ്, സൂചി കുത്തുന്ന പോലെ വേദനയാണ് മോളെ, എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യ, എവിടെയോ പൊട്ടലൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണേ. മുത്തശ്ശി ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ ചൂട് പിടിച്ച് തരട്ടെന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല മോളെ, ഒന്നുകിൽ ഹോസ്പിറ്റലിൽ പോകണം, നീ ഒരു കാര്യം ചെയ്യാൻ വേദനയുടെ ഗുളിക 2 3 ഒന്ന് അങ്ങോട്ട് എടുത്ത് ഞാൻ കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് വേണ്ട മുത്തശ്ശി, അത് നേരത്തെ കഴിച്ചതല്ലേ, എപ്പോഴും കഴിക്കാൻ പാടില്ല, ഒരുപാട് വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറയണം. എന്നാൽ എന്നെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോ, വൈജി ഒന്ന് വിളിച്ചേ എന്ന് പറയണം. അപ്പോൾ എല്ലാവരും ഉറക്കമായിരിക്കും. മുത്തശ്ശി ഇനി വിളിച്ചാൽ തന്നെ അവർ നാളെ ആവട്ടെ എന്ന് പറയും. ഇപ്പോൾ പാതിര കഴിഞ്ഞു 1:30 ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നീ ബാലനെ ഒന്ന് വിളിക്കുക, അവൻ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളും എന്ന് പറയണം. ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ബാലനെ വിളിക്കാനായിട്ട് പോവുകയാണ് അലീന. ആദ്യം ഒന്ന് പോകാൻ മടിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശിയുടെ കരച്ചിൽ കേട്ടിട്ട് പെട്ടെന്ന് തന്നെ പോവുകയാണ്. എന്നിട്ട് ഡോറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു മടി, അവൾക്ക് ഡോറിൽ മുട്ടി വിളിക്കാനായിട്ട് മടിയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നു. ആ സമയത്ത് വീണ്ടും മുത്തശ്ശിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ വീണ്ടും ചെന്നിട്ട് മാഡം സാർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വാതിലിൽ മുട്ടി വിളിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ഡോറ് തുറന്ന് വരുന്നുണ്ട്. എന്താ അലീന ഈ നേരത്തെ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി കരയുന്നു, മുത്തശ്ശിക്ക് കാല് വേദനിച്ചിട്ട് വയ്യ എന്ന് പറയണം. അതെന്ത് പറ്റി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താടി ഈ പാതിരക്ക്, നിനക്ക് ഉറക്കമൊന്നുമില്ലേ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി വേദന എടുത്തിട്ട് കരയുന്നു എന്ന് പറയണം. അതിനിപ്പോൾ എന്ത് ചെയ്യാനോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് വേദന എടുത്തിട്ട് കരയുന്നു, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഈ മുതുപാതിരക്ക് എന്ത് ചെയ്യാനാ, സമയം ഇത്രയെന്ന വിചാരം 1:30 ആയി എന്ന് പറയുമ്പോൾ വേദനിക്കുന്നവരോട് സമയം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അലീന. ദേഷ്യത്തിലാണ് ചോദിക്കുന്നത്. നിനക്കെന്താടി പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത പോലെ എന്ന് വൈജയന്തി ചോദിക്കുകയാണ്. നീ പൊക്കോ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അലീനയെ പറഞ്ഞേക്കുന്നുണ്ട്. അലീന തിരിച്ച് മുത്തശ്ശിയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുകയാണ്. അലീന പറയുന്നുണ്ട് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ വരും എന്ന് പറയാണ്. മുത്തശ്ശിയുടെ കരച്ചിൽ കൂടി വരികയാണ്. അലീന പോയി തൊടാനായിട്ട് നോക്കുമ്പോൾ തൊടേണ്ട മോളെ, എനിക്ക് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞിട്ട് തൊടാൻ സമ്മതിക്കുന്നില്ല. ആ സമയത്ത് ബാലനും വൈജയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്ത് പറ്റി അമ്മ എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര വേദനയാണ് എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കാലിൽ പ്ലാസ്റ്ററൊക്കെ വെട്ടിയതല്ലേ, ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതല്ലേ എന്നൊക്കെ ബാലൻ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, ഞാൻ കൊല്ലപ്പള്ളിയിൽ പോയിട്ട് നടക്കുകയും ചെയ്തതാണ്, പക്ഷേ ഇവിടെ വന്നപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് കയറിയപ്പോൾ ഒന്ന് വീണ് പോയി. അതെങ്ങനെ വീണു അമ്മ, തന്നെ നടന്ന് കയറിയെന്ന് ചോദിക്കുമ്പോൾ തന്നെ നടക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ, വൈജ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. ഒരാൾ മാത്രം പിടിച്ചാൽ മതിയോ, അലീന ഉണ്ടായിരുന്നില്ല ഇവിടെ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാനും കൂടി പിടിക്കാനായിട്ട് ചെന്നതാ എന്ന് പറയുമ്പോൾ വൈജ പെട്ടെന്ന് ഇടയ്ക്ക് കയറി പറയാട്ടോ. വൈജയെ സമ്മതിക്കാത്തത് കൊണ്ടാണ് അലീന പിടിക്കാഞ്ഞത് എന്നുള്ള കാര്യം അലീനയെ മുത്തശ്ശിയെ പിടിക്കാനായിട്ട് വൈജ സമ്മതിച്ചില്ലല്ലോ. ആ കാര്യം ഇപ്പം ബാലനോട് പറയും എന്നോർത്തിട്ട് ഇനിയിപ്പോൾ എന്താ വേണ്ടേ, ഹോസ്പിറ്റലിൽ പോകണോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വൈജ ഇങ്ങനെ പറയട്ടോ. നല്ല വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല വേദന ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറയണം. അമ്മയ്ക്ക് എങ്ങനെ എഴുന്നേക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല വേദന ഉണ്ട് മോനെ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ വണ്ടി തിരിച്ചിടാൻ, നീ ആ വീൽ ചെയർ എടുക്കുക അലീന എന്ന് പറയണം. അങ്ങനെ അലീന വീൽ ചെയർ എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട് ഞാൻ വരണോ ഹോസ്പിറ്റലിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, നീ ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയണം കളിയാക്കിക്കൊണ്ട് ബാലചന്ദ്രൻ. അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ വരാം സാർ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയുമ്പോൾ വേണ്ട, നീ ഇവിടുത്തെ കാര്യങ്ങൾ നോക്ക്, നിൻ്റെ അമ്മയല്ലല്ലോ ഇവളുടെ അമ്മയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പോവാണ്. അലീനയെ ഒന്ന് നോക്കിക്കൊണ്ട് വൈജയന്തി അവിടെ നിന്ന് പോകുന്നുണ്ട്. അലീനയാണെങ്കിൽ വീൽ ചെയർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അതെടുക്കാനായിട്ട് പോവുകയാണേ. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ റെഡിയായി വന്നിട്ട് വൈജയ് നീ അങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് പോര്, ഞാൻ കാറ് തിരിച്ചിട്ട് ഗേറ്റ് തുറന്നിട്ട് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയ സമയത്ത് തന്നെ അലീനയും മുത്തശ്ശിയെ കൂട്ടിയിട്ട്, അലീനയും വൈജയും കൂടെ മുത്തശ്ശിയെ കൂട്ടിയിട്ട് വീൽ ചെയറിൽ ഉരുട്ടിക്കൊണ്ട് വരികയാണ്. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട് ഞാനും കൂടി വന്നോട്ടെ ഹോസ്പിറ്റലിലേക്ക് ചോദിക്കുമ്പോൾ വേണ്ട, നീ വരണ്ട, നീ വന്ന ഇവിടെ ആരുണ്ടെന്ന് ചോദിക്കുകയാണ്. അല്ല ഞാനും കൂടി വന്ന മുത്തശ്ശിക്ക് അവിടെ താങ്ങി പിടിക്കാനും ഒക്കെ ആയിട്ട് പിന്നെ അതിനൊക്കെ ഒരാൾ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ കൂടി വന്ന ഇവിടെ ആരുണ്ടടി, പിന്നെ ഇവിടെ മക്കളുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും, നാളെ രാവിലെ മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ളതാണ്, കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, കൃഷ്ണമോൾക്ക് നാളെ ട്യൂഷനുണ്ട് രാവിലെ, അത് മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ്. അല്ല എന്നാൽ മാഡം ഒരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോര്, ഞാൻ നിന്നോളാം മുത്തശ്ശിയുടെ കൂടെ ബൈ സ്റ്റാൻഡറായിട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്റ്റാൻഡറും വേണ്ട, നീ ഇവിടെ നിത്ത കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയാണ് വൈജ കേട്ടോ. ആ സമയത്ത് ബാലൻ കാറ് തിരിച്ച് വന്നതിന് ശേഷം 3 പേരും കൂടെ മുത്തശ്ശിയെ കാറിലേക്ക് പിടിച്ച് കയറ്റുകയാണ്.
മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. മുത്തശ്ശിക്ക് ഒട്ടും നടക്കാൻ വയ്യ, അയ്യോ വയ്യായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ട്. അങ്ങനെ കാറിലേക്ക് കയറ്റി ഇരുത്തുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ കാറിലേക്ക് കയറാൻ പോവുകയാണ്. വൈജയും കാറിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വീട് നിന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്, വീട് പൂട്ടിയിട്ട് അകത്തിരുന്നോളണം, ഞങ്ങൾ വന്നിട്ട് തുറന്നാൽ മതി എന്ന് പറയാണ്. പിന്നെ വീണ്ടും പറയുന്നുണ്ട്, ഞങ്ങൾ വരാൻ താമസിച്ചു കഴിഞ്ഞാൽ കാലത്ത് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം, കുട്ടികളെ സ്കൂളിൽ വിടണം, കോളേജിൽ വിടണം, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ബാലചന്ദ്രന് കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ മുത്തശ്ശി ആംബുലൻസിൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്. അലീന ആകെ ടെൻഷനായി പോകുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ മുത്തശ്ശിയെ പിടിച്ച് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട്. ഇപ്പോൾ വേദനയുണ്ടോ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ അത് മാത്രമേ ഉള്ളൂ മോളെ എന്ന് പറയണ. ഇടുപ്പല്ലി ഇങ്ങനെ തെന്നിപ്പോയി എന്ന് പറയണം മുത്തശ്ശി. അപ്പോൾ വൈദ്യ പറയുന്നുണ്ട്, അതല്ലേ സംഭവിച്ചുള്ളൂ, പൊട്ടലൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇനി അതിൻ്റെ കുറവും കൂടിയേ ഉള്ളൂ, നിൻ്റെ വാശിയല്ലേ അതാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്ന് മുത്തശ്ശി പറയുകയാണ്. വാശിയോ, എന്ത് വാശി എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ കേട്ടോ. അതെ, ഇന്നലെ സിറ്റൗട്ടിലേക്ക് വീൽ ചെയറിൽ കയറാൻ നേരം അലീനെ കൂടി താങ്ങി പിടിക്കാനായിട്ട് വന്നതാണ്, അതിന് ഇവള് സമ്മതിച്ചില്ല, അത് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതെന്താണെന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. ഇന്നലെ അലീന നിൻ്റെ അടുത്ത് വന്നിട്ട് താക്കോല് വാങ്ങിച്ച് വീട് തുറന്ന് കയറിയില്ലേ, അതിൻ്റെ ദേഷ്യം തീർത്തതാണ് വൈജ എന്ന് പറയാണ്. ഇവൾ അതിൻ്റെ ദേഷ്യം തീർത്തതാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ, കൊള്ളാം, സ്വന്തം അമ്മയൊക്കെ തന്നെ പണി കൊടുത്തല്ലേ വൈജ, നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അന്നേരം വൈജ പറയുന്നുണ്ട്, ഒരു മുടന്തൻ ന്യായം പറയാട്ടോ, രണ്ടുപേര് പിടിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ പറയണ്ടേ രണ്ടുപേര് പിടിക്കണമെന്ന് എന്ന് ചോദിക്കുകയാണ് വൈജ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇവള് കൂടി പിടിക്കാൻ വന്നപ്പോൾ നീ ഓടിച്ചു വിട്ടതല്ലേടി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചോ അമ്മ ഒന്ന് ഊതിയാൽ വീഴാൻ നിൽക്കണമെന്ന് ഞാൻ വിചാരിച്ചോ എന്നുള്ള രീതിയിൽ മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈജ. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നമ്മൾ ഓരോരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഓർക്കണം വൈജയെ, എന്തെങ്കിലുമൊക്കെ തിരിച്ചടി കിട്ടുമെന്ന്, വാശി തീർക്കാനുള്ളതല്ല മറ്റുള്ളവരുടെ ജീവിതം എന്നൊക്കെ പറയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, അമ്മയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതാരാ? ഈ ഞാൻ. അമ്മയെ നോക്കാനായിട്ട് ഒരു സെർവൻറ്റിനെ വെച്ചതാരാ? അതും ഈ ഞാൻ. എന്നിട്ടും എനിക്ക് കുറ്റം എന്ന് പറയണം വൈജ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, അതെ, എല്ലാം വരുത്തി വെച്ചത് നീ തന്നെയാണെന്ന് പറയാണ് ബാലചന്ദ്രൻ. അതും പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ വൈജ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മ കുറേ തിരിയാനും മറിയാനും ഒന്നും നിൽക്കേണ്ട, ജോയിൻ്റ് ഇളകും എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്തിളകാനാ, ഇത്രയൊക്കെ വന്നില്ലേ എന്ന് പറയണേ. അപ്പോൾ വൈജ അലീനയെ കുറ്റപ്പെടുത്താണ്, നീ ഒറ്റയൊരുത്തി കാരണമാണ് ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ, അത് ശരിയാന്ന് പറയണ അലീന. എന്താ ശരിയല്ലേ? ശരിയാന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയാണ് അലീന. എനിക്ക് മനസ്സിലാവത്തില്ല എന്ന് വിചാരിക്കേണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വൈജ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പോവുകയാണ്. എല്ലാം വരുത്തി വെച്ചത് അവളല്ലേടി, എന്നിട്ട് സമ്മതിച്ച് തരത്തില്ല, അങ്ങനെ ഒരു സാധനം എന്ന് പറയണം മുത്തശ്ശി. സാരല്ല മുത്തശ്ശി, ഇനിയിപ്പോൾ സമ്മതിച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ, എന്തായാലും വരാനുള്ളത് വന്നു പോയില്ലേ എന്ന് പറയണം. ഒന്ന് എഴുന്നേറ്റ് നടക്കാനായി തുടങ്ങിയതാണ്, അപ്പോഴേക്ക് അടുത്തത് വന്നു. സിനിമയിലുണ്ടല്ലോ ജഗതിയുടെ ഒരു കഥാപാത്രം, ഏത് സമയം കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അതുപോലെ ആയിപ്പോയി എൻ്റെ ലൈഫ് എന്ന് പറയണം മുത്തശ്ശി. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാരല്ല മുത്തശ്ശി എന്ന് പറയുമ്പോൾ, സാരല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, എനിക്കും നിനക്കുമല്ലേ ഇതിൻ്റെ ബുദ്ധിമുട്ട് മുഴുവൻ, അവൾക്ക് വല്ലതും അറിയാവോ എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ് മുത്തശ്ശി. ഇത് കേട്ട് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.